സാക്ഷാൽ കൽക്കിയുടെ അവതാരമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? ചന്ദ്രൻ വ്യാഴത്തിന്റെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കും, വ്യാഴരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അതുണ്ടാകുക. ദ്വാപരയുഗം കഴിഞ്ഞ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തിരോധാനത്തിന് ശേഷം പിന്നീട് കലിയുഗം ആരംഭിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുക. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ അവസാനം, അതായത് ദ്വാദശ സ്കന്ധത്തിൽ 2 അധ്യായങ്ങളിലായിട്ടാണ് ഈ കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കൽക്കി അവതാരത്തിന് കാരണമായിരിക്കുന്നത്, അതിന് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നേരെ ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ തന്നെ അസുര സ്വഭാവങ്ങളായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതാണ് ജന അദ്യ അസുരായാന്തേ എന്ന് പറയും. ജനങ്ങൾക്ക് നേരെ അസുരന്മാരായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരഘടനയിലല്ല, അവരുടെ സ്വഭാവത്തിൽ ആസുരത്വം വന്നുകൂടും എന്നാണ്. അതായത് വാക്കിൽ അസുരഭാവം വരും, അതേപോലെ ആഹാരത്തിൽ അസുരഭാവം വരും, പ്രവൃത്തിയിൽ അസുരഭാവം വരും. അപ്പോൾ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, സഹോദരൻ, സഹോദരി, ഈ ഭാവങ്ങൾ ഉണ്ടാവില്ല എന്ന്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അച്ഛനെ കൊല്ലുന്നതും അമ്മയെ കൊല്ലുന്നതും. അപ്പോൾ ധനമാണ് എല്ലാവർക്കും പ്രിയമായിട്ട് വരുന്നത് എന്നാണ്. അതേപോലെ കൽക്കിയുടെ മൂർധന്യാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നേരെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ആ ആഭിചാര പ്രവൃത്തികളും ധാരാളമായിട്ട് നടക്കും. അപ്പോൾ കൽക്കിയിൽ പറയുന്നതായിരിക്കുന്ന കലിയുഗത്തിൻ്റെ ആ അവസാന ഭാഗമാകുമ്പോഴേക്കും സ്ത്രീകൾ എല്ലാം വീട്ടിലെ ഗൃഹനാഥകൾ സ്ത്രീകളായിട്ട് മാറും. അത് പിന്നെ അതിൽ നമുക്കിപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരഭിപ്രായം പറയാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ സ്ത്രീകളാണ് നേരെ രാജ്യം ഭരിക്കുന്നതും, അതേപോലെ ഗൃഹനാഥകൾ നേരെ രാജ്യം ഭരിക്കുന്നതാണ് പറയുന്നത്. പുരുഷന്മാർ നേരെ കാഴ്ചക്കാരായിട്ട് മാത്രം മാറി നിൽക്കും എന്ന് പറയും. മറ്റൊന്ന് പറയുന്നത് ധാരാളം വീടുകളുണ്ടാവും എന്ന് പറയും. അപ്പോൾ ശൂന്യപ്രായേഷു സത്മസു എന്നാണ് ഭാഗവതം പറയാം. ശൂന്യപ്രായേഷു സത്മസു, സത്മസു വെച്ചാൽ വീടുകൾ. അപ്പോൾ ധാരാളം വീടുകൾ ഉണ്ടാവും, ഒക്കെ ശൂന്യമായിട്ട് കിടക്കുന്ന. അതിപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വീടുകൾ ധാരാളം ഉണ്ട്, പക്ഷേ വീട്ടിൽ താമസിക്കാൻ ആളുകളില്ല, പല വീടുകൾ ഒഴിഞ്ഞാണ്. ധാരാളം ഫ്ലാറ്റുകളുണ്ട്. ഫ്ലാറ്റുകളിൽ ആൾതാമസം ഉണ്ടാവില്ല. വല്ലപ്പോഴും വരുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം. പൊതുവെ ഫ്ലാറ്റുകൾ ഇങ്ങനെ ധാരാളം പണിതിട്ടുണ്ടെങ്കിലും എല്ലാം ഒഴിഞ്ഞാണ് കിടക്കുക. അവിടെ ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ വിദേശത്തായിരിക്കും. അതാണ് പൊതുവിൽ നേരെ ശൂന്യപ്രായേഷു സത്മസു എന്ന ഭാഗവതം പറയാനുള്ള കാരണം. പിന്നെ അണുപ്രായേഷു ഓഷധീഷു എന്ന് പറയും. അത് ഭാഗവത്തിലെ വരികളാണ്. അണുപ്രായേഷു ഓഷധീഷു. ഓഷധി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നെല്ലൊക്കെ വലിയ നെല്ലായിരുന്നു. അപ്പോൾ പുഞ്ചപാടത്തുള്ളതായിരിക്കുന്ന ആ നെല്ലൊക്കെ തന്നെ വലിയ നെല്ലാണ്. പക്ഷെ ഇപ്പോൾ ഈ കലികാലം വരുമ്പോൾ നെല്ലൊക്കെ തന്നെ ചെറുതായിട്ട് മാറും, ധാന്യങ്ങളൊക്കെ ചെറുതാണ്. പഴയ വലിപ്പത്തിലുള്ളതായിരിക്കണം നെല്ല് നമുക്ക് കിട്ടാൻ സാധ്യമല്ല. അത് ക്ഷേത്രത്തിൽ എടുക്കുന്നതായിരിക്കുന്ന നിവേദ്യത്തിനെടുക്കുന്ന നെല്ല് അരി പോലും ചെറിയ അരികളാണ്. പിന്നീട് പയറുവർഗ്ഗങ്ങൾ, അതേപോലെയുള്ളതല്ലാക്കുന്ന എല്ലാ വർഗ്ഗങ്ങളും നേരെ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും അണുപ്രായേഷു എന്നാണ് പറയുന്നത്. അണുക്കൾ ചെറിയ അണുവായിട്ട് ചെറുതായിട്ടിരിക്കുന്നതാണ് അർത്ഥം. അതാണ് അണുപ്രായേഷു ഓഷധീഷു. പിന്നീട് എല്ലാവരും തന്നെ മൃഗപ്രായേഷു എന്നാണ് പറയുന്നത്. മനുഷ്യർ മൃഗത്തിനെ പാതി ആയിട്ട് തീരും. അപ്പോൾ മൃഗത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിക്കുകയും അതേപോലെ തന്നെ മൃഗീയ സ്വഭാവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് രാജവംശങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയും.
സങ്കരവർഗങ്ങളാണ് ഉണ്ടാകുക എന്നാണ് പറയുക. കാരണം കലി വരുന്നത് വരെ നേരെ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുഗൾ രാജവംശം എന്ന് പറയുന്നത് രാജവംശമാണ്. അതേപോലെ ഗുപ്ത രാജവംശം. അപ്പോൾ അവസാനത്തെ രാജവംശമായിട്ടാണ് ഗുപ്ത രാജവംശത്തെക്കുറിച്ച് പറയാറ്. ചരിത്രം പഠിക്കുമ്പോൾ ഗുപ്ത രാജവംശമുണ്ട്, അതേപോലെ മൗര്യ രാജവംശമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനുമൊക്കെ അതിൻ്റെ ആ ഘടകങ്ങളാണ്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം പിന്നീട് ക്ഷത്രിയന്മാർ അത് രാജ്യം ഭരിക്കാൻ വിധിക്കപ്പെട്ട സമൂഹം ഉണ്ടാവില്ല, പിന്നെ സങ്കരവർഗങ്ങളാണ് വരിക എന്നാണ് പറയുന്നത്. അതേപോലെ വിദേശത്ത് നിന്ന്, അതായത് വിദേശത്ത് നിന്ന് വന്നവരെയാണ് സാധാരണ മ്ലേച്ഛൻ എന്നുള്ളതായിരിക്കുന്ന പദം കൊണ്ട് ദൂഷിക്കുന്നത്. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ ജാതികൾ താഴ്ന്നതെന്ന് അർത്ഥമില്ല, വിദേശത്ത് നിന്ന് വന്നവൻ എന്നാണ് അർത്ഥം. മ്ലേച്ഛൻ, ആ മ്ലേച്ഛൻ്റെ സംസ്കൃതം, ആ മ്ലേച്ഛൻ്റെ ആ സംസ്കൃത പദം വേറെ രൂപത്തിൽ വന്നപ്പോഴാണ് അത് മാപ്പിള എന്നാണ് പറയുന്നത്. അതാണ് പുതിയ മാപ്പിള എന്നൊക്കെ പറയാൻ കാരണം, മ്ലേച്ഛൻ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്നുവാനേ അർത്ഥമുള്ളൂ, അതിൽ ചീത്ത അർത്ഥങ്ങളുമില്ല, ജാതിയൊന്നും അതിലില്ല. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന മ്ലേച്ഛന്മാരായിരിക്കും രാജ്യം ഭരിക്കുക എന്ന് പുരാണം നേരെ എടുത്തു പറയുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നേരെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ട് മാറും. ആ അവസ്ഥയിലാണ് കലിയിൽ അധർമ്മം ഇങ്ങനെ വ്യാപിച്ചു വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും ധനത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന മോഹവും അതേപോലെ ഗ്രഹങ്ങൾ തമ്മി കലഹിക്കുന്ന സമയത്താണ് നേരെ സാക്ഷാൽ കൽക്കിയുടെ അവതാരമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? ശമ്പളഗ്രാമ മുഖ്യസ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശമ്പളഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായിട്ടാണ് കൽക്കി അവതരിക്കുക എന്ന് പറയും. പക്ഷെ അടുത്ത കാലത്ത് കൽക്കി അവതരിച്ചു എന്നൊക്കെ ഒരു പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൽക്കി വരാനായിട്ട് പോകുന്നേ ഉള്ളൂ. കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് കൽക്കി അവതരിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും. അപ്പം അത് സാധാരണഗതിയിൽ നേരെ വ്യാഴത്തിൻ്റെ രാശിയിൽ ചന്ദ്രൻ പ്രവേശിക്കുമ്പോൾ എന്ന് പറയും. അപ്പോൾ വ്യാഴം നേരെ ഉദിച്ചീർന്നതായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ആ കൽക്കിയുടെ അവതാരം ഉണ്ടാകുക എന്ന് പറയും. അപ്പോൾ അത് നേരെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രയോ വർഷം കഴിയുമ്പോഴാണ് നേരെ വ്യാഴം നേരെ ഉദിച്ചുയരുന്ന സമയത്ത്, വ്യാഴത്തിൻ്റെ രാശിയിൽ ചന്ദ്രൻ പ്രവേശിക്കുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്തുള്ളതായിരിക്കുന്ന ഗ്രഹനില അപ്രകാരമാണ് വരിക. അപ്പോൾ ആ സമയത്ത് ശമ്പളഗ്രാമം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് എന്നാണ് പൊതുവെ ഇന്ന് ആളുകൾ പറയുന്നത്. പക്ഷേ അത് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ശമ്പളഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ആ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണ് നേരെ കൽക്കി ജനിക്കുക. കൽക്കി ജനിച്ചു കഴിഞ്ഞാൽ കൽക്കി അവതാരം നേരെ വാളുമായിട്ട് എല്ലാ അധർമ്മികളെയും ഇല്ലാതാക്കും, വീണ്ടും കൃതയുഗം സ്ഥാപിക്കും എന്നാണ് കൽക്കി അവതാരത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അതാണ് 2 അധ്യായങ്ങളിൽ വളരെ വിസ്തരിച്ചിട്ട് നേരെ ഭാഗവതത്തിൽ കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കൽക്കിയിൽ അവിടെ അവതാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നേരെ അവിടെ സാധാരണ സദാചാരം എന്നൊരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ സദാചാരം, ദുരാചാരം, അതേപോലെ തന്നെ ആ സാധാരണഗതിയിൽ ആചാരങ്ങൾ 3 തരത്തിലാണ്. ഒന്ന് സാധാരണഗതികളെ സദാചാരം എന്ന് പറയും, രണ്ടാമത് അനാചാരം, മൂന്നാമത് ദുരാചാരം എന്ന് പറയും. അതിൽ നേരെ നമുക്ക് വേണ്ടത് എന്താണ്? സദാചാരമാണ് വേണ്ടത്. സദാചാരം എന്ന് പറഞ്ഞാൽ സത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് സദാചാരം. സത്ത് ഈശ്വരൻ. അപ്പം ഈശ്വരങ്കിലേക്ക് നമ്മളെ നയിക്കുന്നത് സദാചാരം എന്ന് പറയും. അതേപോലെ നേരെ അതല്ലാതെ ആവശ്യമില്ലാത്ത നേരെ ഉണ്ടാക്കി വയ്ക്കണം, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതിനൊക്കെ അതിന് അനാചാരങ്ങൾ എന്ന് പറയും. പിന്നെ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ദുരാചാരം. അത് ദുഷ്ടന്മാർ ആചരിക്കുന്നതാണ് ദുരാചാരം എന്ന് പറയാം. അപ്പോൾ സദാചാരം ഇല്ലാതെയാകും, അനാചാരങ്ങൾ വർദ്ധിക്കുകയും അതേപോലെ ദുരാചാരങ്ങളും വർദ്ധിക്കും. അതാണ് കൽക്കിയുടെ പ്രത്യേകത. അനാചാരങ്ങൾ എന്ന് പറഞ്ഞാലാണ്
ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഈ തൊട്ടുകൂടായ്മ, തീണ്ടായ്മ, അതേപോലെ വർണ്ണഭേദങ്ങൾ, അതേപോലെ തന്നെയുള്ളതായിരിക്കുന്ന ഈ ക്ഷേത്ര സംബന്ധിയായിരിക്കുന്ന ദുരാചാരങ്ങൾ. അപ്പോൾ ക്ഷേത്രത്തിലായിരിക്കുന്ന ആചാര സംവിധാനങ്ങളിലും കുറേയൊക്കെ ദുരാചാരങ്ങളിൽ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ സദാചാരത്തിലേക്ക് എത്തില്ല, ദുരാചാരങ്ങളിലേക്ക് എത്തും. അപ്പം അത് ആണ് ഒരു പ്രധാന കാരണം. അതിൻ്റെ മീതെയായിട്ടാണ് നേരെ ദുരാചാരം, ചീത്താചാരം. അപ്പം അനാചാരങ്ങൾ വന്ന് അത് പിന്നെ ആവശ്യമില്ലാത്ത ആചാരമാണ് അനാചാരം. അനാചാരം വന്നിട്ട് അത് ദുരാചാരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കൽക്കിയുടെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുക. അതാണ് കലിയുഗത്തിൻ്റെ പ്രാരംഭം. അപ്പം കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൃതയുഗം ആരംഭിക്കും. അങ്ങനെയാണ് നേരെ ആ സമയത്താണ് വ്യാഴം നേരെ ചന്ദ്രൻ വ്യാഴത്തിൻ്റെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കും. വ്യാഴരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അതുണ്ടാകുക എന്നാണ് ഭാഗവതം അതിന് സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഭാഗം. അത് ഭാഗവതത്തിൽ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പറഞ്ഞ ശേഷമാണ് പിന്നെ കലികാലത്തിൽ നേരെ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, അത് നേരെ ഹരികീർത്തനം മാത്രം മതി എന്നാണ്. കലോ ഹരികീർത്തനം എന്നാണ് പറയുന്നത്. അപ്പോൾ കലിയിൽ ഹരിയെ കീർത്തിച്ചു കഴിഞ്ഞാൽ നേരെ എല്ലാ ദോഷങ്ങളും ഇല്ലാതായി തീരും. അപ്പോൾ കൽക്കി എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങളിൽ അവസാനത്തെ അവതാരങ്ങൾ, ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരമാണ്. ആ സമയത്ത് നേരെ കുതിരപ്പുറത്ത്, ദീർഘമായിരിക്കുന്ന കുതിരപ്പുറത്ത് കയറിയിട്ട് വാളുമായിട്ടാണ് നേരെ കൽക്കി അവതാരം ഉണ്ടാകുക. അപ്പോൾ അതാണ് നേരെ കൽക്കി അവതാരത്തെ കുറിച്ചിട്ട് നമ്മുടെ പുരാണങ്ങളിൽ എടുത്ത് സൂചിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം.